ഇന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൺ എന്തുകൊണ്ടാണ് നിങ്ങളുമായിട്ടൊരു റിലേഷൻഷിപ്പിൽ വന്നത്. കാർഡ്സ് ഷഫിൾഡ് ആണ് കേട്ടോ. ഏതൊക്കെ കാർഡ്സ് ആർക്കൊക്കെ റെസനേറ്റ് ആകുന്നു അത് മാത്രമേ എടുക്കുക. ക്വീൻ ഓഫ് കപ്സ്, മജീഷ്യൻ, ഓക്കെ, പേജ് ഓഫ് പെൻറ്റക്കിൾസ്, ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്, ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂൺ, പേജ് ഓഫ് വോൺസ്, പേജിൻ്റെ 2 കാർഡ്, 7 ഓഫ് പെൻറ്റക്കിൾസ് ബോട്ടം ഓഫ് ദി ഡെക്ക് കേട്ടോ. പേജ് 1 ക്ലാരിഫൈ പേജ് ഓഫ് പെൻറ്റക്കിൾസ്, 2 ഓഫ് കപ്സ്, ഓക്കെ, ക്ലാരിഫൈ പേജ് ഓഫ് വോൺസ്, പേജ് ഓഫ് സ്വോർഡ്സ്, ഓക്കെ, മനസ്സിലായി. അതായത് ആദ്യത്തെ കാർഡ് ക്വീൻ ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങളുമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ടൊരു ഇമോഷണൽ ബോണ്ടിങ് അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്ന് അവരുടെ കൂടെ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. രണ്ടാമത് നിങ്ങളെ ഒരുപാട് സ്നേഹമാണ് അവർക്ക്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചിന്തകൾ അവരെ വിട്ടു പോവാറേ ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്ന് അവരുടെ കൂടെ വേണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് സ്നേഹം തന്നെയാണ് അവിടെ റീസൺ. പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് 2 ഓഫ് കപ്സ് വെച്ച് നിങ്ങൾ ഫൈനാൻഷ്യൽ കാര്യങ്ങൾ സംബന്ധമായിട്ട് അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. പതിവായിട്ട് നിങ്ങൾ തമ്മിൽ കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. അങ്ങനെ കണ്ട് സംസാരിച്ച് ഒരു ബോണ്ടിങ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടായി അതൊരു റിലേഷൻഷിപ്പായിട്ട് മാറി. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് ഇവർക്ക് വളരെ അത്യാവശ്യമായിരുന്ന ഒരു സമയത്ത് നിങ്ങൾ ഒരു ഫൈനാൻഷ്യൽ ഹെൽപ്പ് അവർക്ക് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നേരെ തിരിച്ചുമായിരിക്കാം, നിങ്ങൾ അത്യാവശ്യപ്പെട്ട് നിന്ന ഒരു സമയത്ത് നിങ്ങൾക്കൊരു ഫൈനാൻഷ്യൽ ഹെൽപ്പ് ഇവരുടെ സൈഡിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. അത് ആ ഒരു നന്ദി സ്നേഹമൊക്കെ പിന്നീട് ഒരു പ്രോപ്പർ റിലേഷൻഷിപ്പിൽ വരുന്നതായിട്ട് കാണുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ഫൈനാൻഷ്യൽ ഗിവ് ആൻഡ് ടേക്ക് നിങ്ങളുടെ ഇടയിൽ പതിവായിട്ട് നടക്കാറുണ്ട്. അതായത് ഒന്നുകിൽ ഇവർ എന്തെങ്കിലും നിങ്ങളെ പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളൊരു സാധനം ഇവരുടെ കടയിൽ നിന്ന് വാങ്ങിക്കുകയോ അങ്ങനെ എന്തെങ്കിലും, ബാങ്കിൽ ജോലി ചെയ്യുന്നവരായിരിക്കാം. അങ്ങനെ ഇവരുടെ ജോലി സംബന്ധമായിട്ടോ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടോ ഒരു ഫൈനാൻഷ്യൽ ഗിവ് ആൻഡ് ടേക്ക് നിങ്ങളുടെ ഇടയിൽ പതിവായിട്ട് നടക്കാറുണ്ട്. അങ്ങനെ പതിവായിട്ട് തമ്മിൽ കാണാറുണ്ട്. അതൊരു റിലേഷൻഷിപ്പിൽ എത്തിച്ചേർന്നു. വീൽ ഓഫ് ഫോർച്യൂൺ, നിങ്ങൾ അവരുടെ ലൈഫിൽ വന്നതിന് ശേഷം ഒരുപാട് നല്ല മാറ്റങ്ങൾ അവരുടെ ലൈഫിൽ അവർക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നും അവരുടെ കൂടെ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിൽ വന്നത്. പേജ് ഓഫ് വോൺസും പേജ് ഓഫ് സ്വോർഡ്സ് വെച്ചിട്ട് നിങ്ങൾ ചാറ്റിംഗ് വഴിയൊക്കെ പരിചയപ്പെട്ടവരായിരിക്കണം. കണ്ടിന്യൂസ് ആയിട്ട് ചാറ്റ് ചെയ്ത് സംസാരിച്ച് പിരിയാൻ വയ്യാത്ത വിധം ഒരു ബന്ധം നിങ്ങളുടെ ഇടയിൽ വന്നതായിട്ട് കാണുന്നു. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൽ സ്റ്റുഡൻ്റ് ആയിരിക്കാനും സാധ്യതയുണ്ട്. 7 ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് പ്യുവർലി ജോലി സംബന്ധമായി തന്നെ നിങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടവരാണ്. അങ്ങനെ ഒരു ലോങ് ടേമിൽ നിങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിങ്ങളൊരു റിലേഷൻഷിപ്പിലെത്തി എന്നും കാണുന്നു.